Hi friends, welcome to Kettle&Krafts. ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാൽ ചെമ്മീൻ ഈസി ആയിട്ട് എങ്ങനെ കറി വെക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെമ്മീൻ മസാല കറി. അതിനോടൊപ്പം തന്നെ ആദ്യം തൊട്ട് നിങ്ങൾ വീഡിയോ കാണണം. എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ടിപ്സ് പറയാൻ പോകുന്നത് ചെമ്മീൻ മസാലക്കറി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്നൊരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചീനിച്ചട്ടി വെച്ചു. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഏതെണ്ണ വേണമെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. ആവശ്യത്തിന് ഒത്തിരി ഒഴിക്കണം, കുറച്ചൊഴിക്കാം. കുറച്ചൊഴിച്ചതിന് ശേഷം നല്ലതായിട്ട് ചൂടായതാണ്. അപ്പം കുറച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു പിഞ്ച് ജീരകവും ഇട്ടു. ഒരു പിഞ്ച് മതി, കുറച്ച് ജീരകവും ഇട്ടതിന് ശേഷം നമുക്ക് 4 സവാള കട്ട് ചെയ്തതാണ്. 4 സവാള കട്ട് ചെയ്തതും ഒരു 10 ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ പച്ചമുളക് 6 എണ്ണം കട്ട് ചെയ്തതും കൂടി നമുക്ക് ഇതിനകത്ത് ഇടാം. 1 കിലോയുടെ ചെമ്മീനാണ് നമ്മൾ ചെയ്യാൻ ചെയ്യുന്നത്. 1 കിലോയുടെ ചെമ്മീൻ. അപ്പോൾ അതിന് നല്ലത് മസാല വേണം. ഉപ്പുപൊടിയും ഇട്ട്. അപ്പോൾ വെള്ളം ഇപ്രാവശ്യം കല്ല് കിട്ടിയില്ല. അപ്പോൾ അത് മസാല പൊടിയായിരുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂണ്. പക്ഷെ നമുക്ക് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. 1 ടേബിൾ സ്പൂൺ. നമ്മൾ ചെമ്മീനിനകത്ത് ആ കറുത്ത ഒരു നൂല് പോലെ ഒരു ഇതുണ്ടത് കട്ട് ചെയ്ത് കളയണം. കളഞ്ഞില്ലെങ്കിൽ ലൂസ് മോഷനും അലർജി ഉള്ളവർക്ക് ചൊറിച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കിലോ ചെമ്മീന് 4 സവാളയും 10 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. വലിയൊരു സ്പൂണിന് 1 സ്പൂണുണ്ട് ജിഞ്ചറും ഗാർലിക്കും കൂടെ ചതച്ചത്, നല്ലതായിട്ട് ചതച്ചത്. കറക്റ്റ് ഒരു സ്പൂണിന് വേണ്ടിയുണ്ട്. അപ്പം നമുക്കതും ഇട്ടിട്ട് നല്ലതായിട്ട് ഇറക്കി കൊടുക്കാം. സ്പൈസ് വേണ്ടവർക്ക് സ്പൈസ് ഇടാം. നമുക്ക് കുരുമുളകൊക്കെ വേണം ഇടാം. ഞാൻ ഇതിനകത്ത് കുരുമുളകൊന്നും ഇടുന്നില്ല. ഒന്നുകൂടെ നമുക്ക് അടച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം. പിന്നെ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, അതും തൊലി കളഞ്ഞിട്ട് ആണേ. തൊലി കളഞ്ഞിട്ട് വേണം ഇതാണ്. ബാക്കി ഇടാം. കറിവേപ്പില നല്ല കിട്ടില്ല. എത്രയും കറിവേപ്പില ഇടുന്നോ അത്രയും നല്ലത്. കുറച്ച് എണ്ണയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ചു വെക്കാം. ഒരു കിലോ ചെമ്മീനുണ്ട്. 1 കിലോ ചെമ്മീനാണ് ഉള്ളത്. അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പുരട്ടി ഞാൻ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ പൊളിച്ചതിന് ശേഷം വെച്ചേക്കും. അപ്പോൾ ചീത്തയാവത്തില്ല. എത്ര ദിവസം വരെ നമുക്കിരിക്കും. നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഇപ്പം നമുക്ക് കുറേ ഫിഷ് കിട്ടിയെങ്കിൽ അതിനനുസരിച്ച് നല്ലതായിട്ട് വൃത്തിയാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് വെച്ചാൽ മതി. അതിൻ്റെ പുറത്തൊരു നാരങ്ങ കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് 1 കിലോ ചെമ്മീന് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി നോക്കാം. ഒരു സ്പൂൺ ഫുള്ളില്ല മല്ലിപ്പൊടി.
ഇതുപോലെ ഇളക്കി കൊടുക്കാം. കണ്ട മസാല എല്ലാം അതിനകത്ത് പിടിച്ചു. ഇനി നമുക്ക് വേണ്ടിച്ച് ഞാൻ വീട്ടിൽ പൊടിച്ച 1/4 സ്പൂണ് മറ്റേ മസാലപ്പൊടി, വീട്ടിൽ പൊടിച്ച എല്ലാ കൂടി ചേർന്നുള്ള മസാലപ്പൊടി ഇവിടെ ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കും. ഇളക്കുന്നതിനോടൊപ്പം കുറച്ച് എണ്ണയും കൂടി ഒന്ന് ഒഴിക്കാം. എണ്ണ ശരിക്കും കുറത്തിരി വേണ്ട, ഒരു ആവശ്യത്തിന് നല്ലതായിട്ട് ഇളക്കി. നമുക്ക് ഉപ്പുണ്ടോ എന്ന് ആവശ്യത്തിന് ഉപ്പ്, എൻ്റെ മസാല പിടിച്ചുണ്ടോ ഇനി ഇതുപോലെ കുറച്ച് നേരം ഇരുന്ന് മസാല പിടിക്കണം. ഉപ്പുണ്ട്, മുളക് പൊടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? നമ്മൾ കാശ്മീരി മുളക് പൊടിയും കുറച്ച് എരിവുള്ള മുളക് പൊടി രണ്ടുകൂടെ മിക്സ് ചെയ്താണ് പൊടിച്ച് വെച്ചേക്കുന്നത്. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. തീ കുറച്ചിട്ടിട്ട് ഒന്ന് പിടിക്കട്ടല്ലോ. എല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ടേ. നമുക്ക് കായപ്പൊടി ഞാൻ ഒത്തിരി ഇല്ല, ഒരു പിഞ്ച് കണ്ടോ ഇത്രയും അതിങ്ങനെ ഇടുന്നുണ്ട്. എന്തിനാ അറിയാമോ? നമ്മുടെ ഇത് ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് 2ാം തേങ്ങാപ്പാലാണ്. അത് കുറച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചോട്ട് നമുക്കിത് വേവണം, വെന്തെടുക്കണം. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ 1ാം പാൽ അങ്ങ് എടുക്കാം. 1ാം പാലിനൊന്നും വേണമെന്നില്ല. ഞാൻ ഇവിടെ മമ്മിയും തേങ്ങ പിഴിഞ്ഞ് വെച്ചപ്പോൾ 2ാം പാൽ എടുത്ത് വെച്ചിരുന്നു. ഞാൻ ശരിക്കും ഒറ്റ അടിക്കങ്ങ് ഒഴിക്കുക ചെയ്യുന്നത്. നല്ല മസാല കിട്ടിയില്ലേ? നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഉണ്ടാക്കാം. ഞാൻ ഇതുകൊണ്ട് ഇപ്പം ഇവിടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണിയെ. അപ്പം ഞാൻ ഇതും കൊണ്ട് ബിരിയാണി ഇപ്പം ഉണ്ടാക്കും. ഇപ്പം കണ്ടോ നല്ലതായിട്ട് തിളച്ചല്ലോ. ആ സമയത്ത് ഉണ്ട് ഇതുപോലെ 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയിലെ തേങ്ങാപ്പാൽ ഇതുപോലെ ഒഴിച്ചു. എന്നിട്ട് ചിരിച്ചിടുന്നു. കഴിഞ്ഞു. നല്ലതായിട്ട് വെന്തിട്ട് വേണം എടുക്കാൻ. നമുക്ക് കുറച്ച് കണ്ട മല്ലിയില, എനിക്ക് എൻ്റെ ഗാർഡനിലുണ്ടായ മല്ലിയിലയാണേ. നല്ല ഫ്രഷ് മല്ലിയില 2 ഉണക്കമുളക് കൂടെ കൊണ്ടലിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച ചെമ്മീൻ കറി റെഡിയായി. ഇന്നത്തെ ടിപ്സ് എന്താണെന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. എന്താ പറയുക, എൻ്റെ അവർക്കിപ്പോൾ ഫ്രൈഡ് റൈസോ ബിരിയാണിയോ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതും കൊണ്ട് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കും. ഇന്നതാണ്. അപ്പോൾ ചെമ്മീൻ കറി റെഡിയായി. ഇത് നമുക്ക് വാങ്ങിയിട്ട് ടിപ്സ് കാണിച്ചു തരാം. കാരണം ഇത് വലിയൊരു കടായിയാണ്. എൻ്റെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന കടായിയാണിത്. ഫ്രൈ ചെയ്യുന്ന ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കടായിയാണ്. ഈ കടായി നല്ലതായിട്ടൊന്ന് ചൂടാവുക. അതിനുശേഷം കുറച്ച് ഗീ ഒഴിക്കാം. പെട്ടെന്നുണ്ടാക്കാം. നമുക്ക് കറി നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റും. ഞാൻ കുറച്ച് സവാള ഇതുപോലെ ഇട്ട്, ഇതൊന്നും വേണ്ട, കുറച്ച് സവാളയും പിന്നെ പയണയില, ബേ ലീഫ് അതും ഇട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാഷ്യൂ ഇട്ടു നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. കറി നമ്മുടെ കറിയെ നമുക്ക് ചപ്പാത്തിക്ക് കൂട്ടാം, അപ്പത്തിന് കഴിക്കാം, പിന്നെ അങ്ങനെ ചോറിന് വേണമെങ്കിൽ ഒഴിച്ച് കഴിക്കാം. അതുപോലെ ഞാൻ ഇച്ചിരി ഒത്തിരി കുറുകാതെ എടുത്തേക്കുന്നത്. ഫ്രൈ ആയി വരുന്ന സമയത്ത് ഞാനിത് ബിരിയാണി റൈസ് 2.5 ഗ്ലാസ് അരി ഇട്ടിട്ട് നേരത്തെ വേവിച്ച് വെച്ചേക്കുവാണ്. അതെന്ത് വെച്ചാൽ കഴിഞ്ഞാൽ ഉള്ളി അരിയും ഇതുപോലെ നമുക്ക് ചോറ് ആവശ്യത്തിനുള്ള എടുത്താൽ മതിയേ. പിന്നെ ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കാനുള്ള ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഒത്തിരി നെയ്യൊന്നും വേണം. ഞാൻ 1 സ്പൂൺ നെയ്യേ വെച്ചുള്ളൂ. അതിങ്ങനെ ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച നമ്മുടെ മസാല ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മതി, ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട. ഇതിപ്പോൾ ഇത്രയും
ഇത്രയും നല്ലതായിട്ട് ആക്കിയതിന് ശേഷം നമുക്കിത് നല്ലതായിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതുപോലെ ചോറ് ഫ്രിഡ്ജിനകത്ത് ഉണ്ടാക്കി വെച്ചാൽ മതി. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ തന്നെ ചോറുണ്ടാക്കി വെച്ചേക്കും. എന്നിട്ട് കറി എടുത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. നല്ലതായിട്ട് ഫ്രൈ ചെയ്യണമെന്ന് ഈ വേണ്ടത് കുറച്ച് ഓടിക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യും. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചെമ്മീൻ തേങ്ങാപ്പാലും ഉണ്ടാക്കിയ കറിയും അതും കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രൈഡ് റൈസുമാണ്. എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ വെറും ചോറായിട്ടൊക്കെ കഴിക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ഭർത്താക്കന്മാർക്കും ഇത് ഇഷ്ടമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.